ആദ്യത്തെ ക്വസ്റ്റ്യൻ, 2024 GI ടാഗ് ലഭിച്ച കേരളത്തിലെ വനോൽപ്പന്നം ഏതാണ്? നിലമ്പൂർ തേക്ക്. നിലമ്പൂർ തേക്കാണ് 2024 GI ടാഗ് ലഭിച്ച കേരളത്തിലെ വനോൽപ്പന്നം. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ രാമലല്ല വിഗ്രഹം നിർമ്മിച്ച ശില്പി ആരാണ്? അരുൺ യോഗിരാജ്. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ രാമലല്ല വിഗ്രഹം നിർമ്മിച്ച ശില്പിയാണ് അരുൺ യോഗിരാജ്. രാജ്യാന്തര ക്രിക്കറ്റിൽ 7 കലണ്ടർ വർഷങ്ങളിൽ 2000-ന് മുകളിൽ റൺസ് സ്കോർ ചെയ്യുന്ന ആദ്യ താരം വിരാട് കോഹ്ലി. രാജ്യാന്തര ക്രിക്കറ്റിൽ 7 കലണ്ടർ വർഷങ്ങളിൽ 2000-ന് മുകളിൽ റൺസ് സ്കോർ ചെയ്യുന്ന ആദ്യ താരമാണ് വിരാട് കോഹ്ലി. ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി 9ാം തവണയും സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി നിതീഷ് കുമാർ. നിതീഷ് കുമാറാണ് ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി 9ാം തവണയും സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയ ഇറ്റാലിയൻ താരം യാനിക് സിന്നർ. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയ ഇറ്റാലിയൻ താരമാണ് യാനിക് സിന്നർ. കേരളത്തിലെ ആദ്യത്തെ അതിദരിദ്രരഹിത പഞ്ചായത്തായി പ്രഖ്യാപിച്ച ഗ്രാമം കുറ്റ്യാട്ടൂർ. കേരളത്തിലെ ആദ്യത്തെ അതിദരിദ്രരഹിത പഞ്ചായത്തായി പ്രഖ്യാപിച്ച ഗ്രാമമാണ് കുറ്റ്യാട്ടൂർ. കുറ്റ്യാട്ടൂർ ഏത് ജില്ലയിലാണെന്ന് കമന്റിൽ പറയാം. ഏറ്റവും പ്രായം കൂടിയ പുരുഷ ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ താരം രോഹൻ ബൊപ്പണ്ണ. 43 വയസ്സാണ് അദ്ദേഹത്തിന്. 43-കാരനായ രോഹൻ ബൊപ്പണ്ണയാണ് ഏറ്റവും പ്രായം കൂടിയ പുരുഷ ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ താരം. 46ാമത് അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗിന് വേദിയായ നഗരം കൊച്ചി. കൊച്ചിയാണ് 46ാമത്തെ അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗിന് വേദിയായ നഗരം. ഫ്രീക്വൻസി കോംബ് എന്ന നൂതന സാങ്കേതിക വിദ്യയിലൂടെ ഇന്റർനെറ്റ് വേഗം വർദ്ധിപ്പിക്കുന്ന ഗവേഷണത്തിന് മേരി ക്യൂറി ഫെലോഷിപ്പ് നേടിയ മലയാളി ആരാണ്? അർജുൻ കുറൂർ. ഫ്രീക്വൻസി കോംബ് എന്ന നൂതന സാങ്കേതിക വിദ്യയിലൂടെ ഇന്റർനെറ്റ് വേഗം വർദ്ധിപ്പിക്കുന്ന ഗവേഷണത്തിന് മേരി ക്യൂറി ഫെലോഷിപ്പ് നേടിയ മലയാളിയാണ് അർജുൻ കുറൂർ. 2024 രോഹൻ ബൊപ്പണ്ണ മാത്യു എബ്ഡൻ സഖ്യം പുരുഷ ഡബിൾസ് ജേതാക്കളായ ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻഷിപ്പ് ഓസ്ട്രേലിയൻ ഓപ്പൺ. 2024 രോഹൻ ബൊപ്പണ്ണ മാത്യു എബ്ഡൻ സഖ്യം പുരുഷ ഡബിൾസ് ജേതാക്കളായ ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻഷിപ്പാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിലെ സൂറത്ത് ലോക്സഭാ മണ്ഡലത്തിൽ എതിരില്ലാതെ വിജയിച്ച സ്ഥാനാർത്ഥി ആരാണ്? മുകേഷ് ദലാൽ. മുകേഷ് ദലാലാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിലെ സൂറത്ത് ലോക്സഭാ മണ്ഡലത്തിൽ എതിരില്ലാതെ വിജയിച്ച സ്ഥാനാർത്ഥി. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ ബെലാറൂസ് താരം അരീന സബലേങ്ക. അരീന സബലേങ്കയാണ് 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസിൽ കിരീടം നേടിയ ബെലാറൂസ് താരം. 18ാം ലോക്സഭാ രൂപീകരണത്തിനുള്ള പൊതുതെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് നടന്ന ദിവസം 2024 ഏപ്രിൽ 26. 2024 ഏപ്രിൽ 26-നായിരുന്നു 18ാം ലോക്സഭ രൂപീകരണത്തിനുള്ള പൊതുതെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് നടന്ന ദിവസം. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ യുവതാരം ഗുഫ്മൻ ഗിൽ. ഗുഫ്മൻ ഗിൽ ആണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ യുവതാരം. 2024 ഹരിത നോബൽ എന്നറിയപ്പെടുന്ന ഗോൾഡ്മാൻ എൻവിയോൺമെന്റ് പ്രൈസ് നേടിയ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകൻ അലോക് ശുക്ല. 2024 ഹരിത നോബൽ എന്നറിയപ്പെടുന്ന ഗോൾഡ്മാൻ എൻവിയോൺമെന്റ് പ്രൈസ് നേടിയ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകനാണ് അലോക് ശുക്ല. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലിയിലെ
ഓഗോസ് ദെൽ സലാദോ 2024 കീഴടക്കിയ മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതം ഏതാണ്? ചിലിയിലുള്ള ഓഗോസ് ദെൽ സലാദോ ആണ്. 2024 മലയാളി പർവ്വതാരോഹകനായ ഷെയ്ഖ് ഹസൻ ഖാൻ ഈ അഗ്നിപർവ്വതം കീഴടക്കിയിരുന്നു. 2024 നാവികസേനയുടെ പുതിയ മേധാവിയായി നിയമിതനായ വ്യക്തി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി. 2024 ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവിയായി നിയമിതനായ വ്യക്തിയാണ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി. 2024 ജനുവരിയിൽ രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരത്തിന് അർഹരായ ബാഡ്മിന്റൺ താരങ്ങൾ സ്വാതിക് സയാജ് രംഗിറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും. 2024 ജനുവരിയിൽ രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരത്തിന് അർഹരായ ബാഡ്മിന്റൺ താരങ്ങളാണ് സ്വാതിക് സയാജ് രംഗിറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും. 2024 ജൂണിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട വനിത വിജയഭാരതി സയാനി. 2024 ജൂണിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട വനിത ആരാണ്? വിജയഭാരതി സയാനി. 1.5 ദിവസത്തിൽ മത്സരം തീർന്ന് ചരിത്രത്തിലെ ഏറ്റവും ഹ്രസ്വമായ ക്രിക്കറ്റ് ടെസ്റ്റ് എന്ന റെക്കോർഡ് നേടിയ മത്സരത്തിൽ ഇന്ത്യയുടെ എതിരാളികളായ ടീം ദക്ഷിണാഫ്രിക്ക. 1.5 ദിവസത്തിൽ മത്സരം തീർന്ന് ചരിത്രത്തിലെ ഏറ്റവും ഹ്രസ്വമായ ക്രിക്കറ്റ് ടെസ്റ്റ് എന്ന റെക്കോർഡ് നേടിയ മത്സരത്തിൽ ഇന്ത്യയുടെ എതിരാളികളായ ടീം ഏതാണ്? ദക്ഷിണാഫ്രിക്ക.